തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8.3 കിലോമീറ്റർ അകലെയുള്ള പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനടുത്താണ് പ്രശസ്തമായ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമാണ് പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രം. അതിനുള്ള പ്രധാന കാരണം വിഷ്ണു ഭക്തൻ എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ഹനുമാൻ പ്രതിഷ്ഠയുള്ളത്. ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഹനുമാൻ സ്വാമിയുടെ വലതുവശത്തായി മഹാദേവനും ഇടതുവശത്ത് മഹാവിഷ്ണു പ്രതിഷ്ഠയും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പഴവങ്ങാടി ക്ഷേത്രം പോലെ തന്നെ ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്ര കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. നിലവിലെ നിയമസഭാ സമുച്ചയത്തോട് ചേർന്നുള്ള പഴയ കണ്ടോൺമെന്റ് ഏരിയയിൽ സംസ്ഥാന സേനയ്ക്ക് ഒരു വ്യൂഹമുണ്ടായിരുന്നു. 1935 കണ്ടോൺമെന്റിൽ നിന്ന് പാങ്ങോടിലേക്ക് പട്ടാളം മാറ്റിയതിന്റെ ഫലമായി പുതിയ കണ്ടോൺമെന്റ് ഏരിയയിൽ തങ്ങളുടെ സൈനികർക്ക് ആരാധനാലയം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത സംസ്ഥാന സേനയ്ക്ക് അനുഭവപ്പെടുകയും അങ്ങനെ പാങ്ങോട് ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു. ക്ഷേത്ര സമുച്ചയത്തിൽ 5 പ്രധാന വിഗ്രഹങ്ങളുണ്ട്. ഭഗവാൻ ഹനുമാൻ സ്വാമി, ശിവൻ, വിഷ്ണു, ഗണപതി, നാഗരാജാവ്. ഇവയിൽ ശിവന്റെ ചരിത്രം 175 വർഷക്കാലം പഴക്കമുള്ളതാണ്. 1836 ആലുവമൂഴിയിൽ നടന്ന വാർഷിക പ്രകടന സമയത്ത് അവർ ഒരു അരയാൽ മരത്തിന്റെ ചുവട്ടിൽ ഒരു ശിവന്റെ വിഗ്രഹം കണ്ടെത്തി. സൈനികർ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുമ്പോഴെല്ലാം ഈ വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു. AD 1840 ആയപ്പോഴേക്കും അവർ ഈ വിഗ്രഹം കണ്ടോൺമെന്റിലെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. 1940 ഈ ശിവവിഗ്രഹം ഒരു ദശാബ്ദം മുമ്പ് പ്രതിഷ്ഠിച്ച പാങ്ങോടിലെ അന്നത്തെ വിഷ്ണു വിഗ്രഹത്തിന്റെ അരികിലേക്ക് മാറ്റി. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കണ്ടോൺമെന്റിൽ നിന്ന് പാങ്ങോട്ടേക്ക് മാറ്റുന്നതിൽ ജ്യോതിഷ പ്രവചനങ്ങളും നാട്ടുകാരും എതിർത്തു. അതിനാൽ സംസ്ഥാന സേന പാങ്ങോട് ഹനുമാൻ സ്വാമിയുടെ ചിത്രം ശിവവിഗ്രഹത്തിന്റെ അരികിൽ കണ്ടോൺമെന്റിലെ സമാന സവിശേഷതകളോടെയുള്ള ഒരു ചിത്രം സൂക്ഷിച്ചു. പിന്നീട് നായർ ബ്രിഗേഡിയറിന്റെ സൈനിക ഫോർട്ട് ഏരിയയിൽ ആരാധിച്ചിരുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹം പാങ്ങോട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. പാങ്ങോട് മിലിറ്ററി ഏരിയയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പുരാതന ശ്രീകൃഷ്ണ വിഗ്രഹം അവഗണിച്ച നിലയിലായിരുന്നു. ഈ വിഗ്രഹത്തിന് ചില കേടുപാടുകൾ ഉണ്ടായിരുന്നതിനാൽ 1886 തന്ത്രി ഉപദേശപ്രകാരം മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിലേക്ക് ശക്തികൾ കൈമാറിയ ശേഷം നീക്കം ചെയ്ത് കടലിൽ നിമജ്ജനം ചെയ്തു. 1988 ശിവന്റെ പീഠം മാറ്റുന്നതിനൊപ്പം ഗണപതിയുടെയും നാഗങ്ങളുടെയും പ്രതിഷ്ഠയും സ്ഥാപിച്ചു. ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് യുദ്ധസ്മാരകം സ്ഥാപിച്ച ശേഷം വിഗ്രഹങ്ങൾ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റാൻ ഭഗവാൻ ദേവപ്രശ്നത്തിലൂടെ പറഞ്ഞു. HQ-91 ഇൻഫൻട്രി ബ്രിഗേഡിയറിന്റെ പ്രധാന ഗേറ്റിന് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന യഥാർത്ഥ ഹനുമാൻ സ്വാമി ക്ഷേത്രം 2011 ജൂലൈ 10 തിരുമല PTP നഗർ റോഡിന് അഭിമുഖമായി സ്റ്റേഷൻ വർക്ക്ഷോപ്പ് EMEക്ക് സമീപമുള്ള സ്ഥലത്തേക്ക് മാറ്റി. ധാരാളം ഭക്തരാണ് നിത്യേന ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. വെണ്ണ കൊണ്ടുള്ള മുഴുക്കാപ്പും ഉദയാസ്തമന പൂജകളുമാണ് പ്രധാന ചടങ്ങുകൾ. ഇതിനു പുറമെ വഴിപാടായി വടമാലയും മറ്റു നേർച്ചകളും ഭക്തജനങ്ങൾ സമർപ്പിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയാണ് ശ്രീ ഹനുമാൻ സ്വാമി. വരദായകനായിട്ടും ഇടുപ്പിൽ ഒരു കൈയും അതുപോലെ തന്നെ ഇടതേ കാല് ചെറുതായിട്ടൊന്ന് മടക്കിയ രൂപത്തിലാണ് ശ്രീ ഹനുമാൻ സ്വാമി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ധനുമാസത്തിലെ മൂലനക്ഷത്രത്തിൽ വരുന്ന ഹനുമത് ജയന്തിയാണ്. മിഥുന മാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് നമുക്കിവിടെ പ്രതിഷ്ഠാ വാർഷികമായിട്ട് ആഘോഷിക്കുന്നത്. കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ സഹസ്രകലശവും ലക്ഷാർച്ചനയും എല്ലാ വർഷവും തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിപ്പോരുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് വെണ്ണ കൊണ്ടുള്ള മുഴുക്കാപ്പും അതുപോലെ തന്നെ വടമാല, അവൽ നിവേദ്യം, നാരങ്ങമാല ചാർത്തുക,
വെറ്റിലമാല ചാർത്തുക, പിന്നെ മറ്റ് അർച്ചനകൾ. പിന്നെ ഇവിടെ കുങ്കുമാർച്ചന എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. സിന്ദൂരം കൊണ്ടാണ് ഭഗവാനെ ഇവിടെ അർച്ചന ചെയ്യുന്നത്. വിവാഹ തടസ്സം മാറുന്നതിലേക്കും തൊഴിൽ സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി ഭക്തജനങ്ങളിവിടെ ഈ വഴിപാടുകൾ നടത്തിപ്പോരുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കർണകുണ്ടലം ചാർത്തെന്ന് പറയുന്നത്. സ്വർണം കൊണ്ട് ഭഗവാന് കർണകുണ്ടലം ചാർത്തി എല്ലാവിധ തടസ്സങ്ങളും കാര്യതടസ്സങ്ങളും നീക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട വഴിപാട് നടത്തിപ്പോരുന്നു. കാഞ്ചനാദ്രികമനീയ വിഗ്രഹം. അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ചുമരുകളിൽ രാമായണ കഥ വിവരിക്കുന്ന ചിത്രങ്ങൾ വരച്ചു ചേർത്തിരുന്നു. ഭാവയാമി പവമാനനന്ദനം. ക്ഷേത്രത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ കൂറ്റൻ പ്രതിമയാണ് മറ്റൊരു പ്രധാന ആകർഷണം. വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ഇവിടെ നടത്താറുണ്ട്. ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മണി മുതൽ 10:45 വരെയാണ്. വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5 മണി മുതൽ 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ. മനോജവം മാരുതതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. അറിവമ്മ അലിവമ്മ. മക്കളെ, ഈശ്വരനോട് ഭക്തി വേണം എന്നമ്മ പറയുമ്പോൾ വെറും പ്രാർത്ഥന മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഒരിടത്ത് മാറിയിരുന്ന് ഈശ്വരനെ വിളിച്ച് കരയുന്നത് മാത്രമല്ല അവിടുത്തോടുള്ള പ്രേമം. അവിടുത്തെ സാന്നിധ്യം സർവ്വ ജീവരാശികളിലും ദർശിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരോട് കാട്ടുന്ന കാരുണ്യം, പുഞ്ചിരി, ഇതൊക്കെയും ഈശ്വരനോടുള്ള പ്രേമത്തെ, ഭക്തിയെയാണ് കാണിക്കുന്നത്.